ഈ മെക്സവൻ എന്ന് പറയുന്ന എക്സസൈസ് മാത്രമാണെങ്കിലും അതല്ല, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഏത് എക്സസൈസുകളാണെങ്കിലും, ഏത് തരം എക്സസൈസുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും അതിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു വശമുണ്ട്. അതായത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയുണ്ട്, ചെയ്യേണ്ടുന്ന രീതിയുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷവും വരാം, എങ്കിൽ ദോഷത്തേക്കാളേറെ ഗുണവും വരും. അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ മെക്സവൻ എവിടെ തുടങ്ങിയാലും നാളെ തൊട്ടടുത്ത്, ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നത് തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഒരെണ്ണം തുടങ്ങണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങാതെ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം അവിടത്തേക്ക് വേണ്ടുന്ന ഒരു ട്രെയിനറെയും കൂടി സംഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ തുടങ്ങാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരാൾ വേഗം ഇത് കണ്ടിട്ട് യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ട് പലയിടത്തും ചെയ്യുന്ന ആളുകളുണ്ട്. അന്നേരം അത് ചെയ്യുന്നതിന്റെ ദോഷഫലങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ചോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരാള് നിർബന്ധമായിട്ടും അവിടെ ഉണ്ടാവണം. അതിനാണ് നമ്മുടെ TOT സംവിധാനമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് TOT. അന്നേരം ഈ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളിലേക്ക് സൂചിപ്പിച്ചത്. എല്ലാം ചെയ്യുന്നതിന് എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ആഹാരം കഴിക്കുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു, അതിനുശേഷം രാത്രിയാവുന്നു, ഉറങ്ങുന്നു. ഇതൊരു സ്ഥിരം ഒരു റൊട്ടീനാണല്ലേ. ആർക്കെങ്കിലും ഇതിനകത്ത് മാറ്റം വരുന്നവരുണ്ടോ? രാത്രി ഉറങ്ങാത്ത ആളുകളില്ല, ആഹാരം കഴിക്കാത്ത ആളുകളില്ല, അല്ലെ? ചിലപ്പോ ആരെങ്കിലും ഒക്കെ കുടിക്കാത്തവരൊക്കെ കാണുമായിരിക്കും, അല്ലെ? പക്ഷെ എന്നാലും ഈ പറയപ്പെടുന്ന ആഹാരം കഴിക്കാത്ത ആളുകൾ ആരുമില്ല, ഉറങ്ങാത്ത ആളുകൾ ആരുമില്ല. അന്നേരം അത് നമ്മുടെ സ്ഥിരം ഉള്ള ഒരു റൊട്ടീനാണ്. അന്നേരം ഈ പറയുന്ന ആഹാരം കഴിക്കുന്നതിന് പോലും കഴിക്കേണ്ടുന്ന രീതിയുണ്ട്, കഴിക്കാൻ പാടില്ലാത്ത രീതിയുണ്ട്. കഴിക്കേണ്ടുന്ന ആഹാരമുണ്ട്, കഴിക്കാൻ പാടില്ലാത്ത ആഹാരമുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്ന ആളുകൾ, ഉറങ്ങേണ്ടുന്ന രീതിയുണ്ട്, ഉറങ്ങാൻ പാടില്ലാത്ത രീതിയുണ്ട്. ഏത് രീതിയിൽ ഉറങ്ങണം, എപ്പോഴും ഉറങ്ങണം, എപ്പോഴും എഴുന്നേക്കണം, ഇതിനെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു നിബന്ധനകളുണ്ട്. എങ്കില് നിങ്ങൾ എന്തിനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, നിനക്ക് എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ. ഈ സ്ലോ പോയിസൺ എന്ന് പറയുന്നത് പോലെ എല്ലാം പെട്ടെന്ന് വരുന്നൊരു സംഭവമല്ല. നമ്മൾ പറയുന്നതാണ് പുകവലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും, എന്നിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ആള് പുകവലിക്കുന്നത് ഇതേവരെ ഒരു അസുഖവും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാവരും ഈ നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല. അന്നേരം ഇതിനെല്ലാം ഓരോ ശരീരത്തിലും അത് എഫക്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റർ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ മെക്സവനിലേക്ക് വന്നത് പൂനൂര് തുടങ്ങിയ സമയത്താണ്. എങ്കിൽ ഞാൻ ഈ മെക്സവൻ തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതായത് മെക്സവൻ പൂനൂര് തുടങ്ങിയത് കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ പെരുന്നാളിനാണ്. ഞാൻ അതിനും ഒരു 6 മാസത്തിന് മുമ്പേ മലപ്പുറം ജില്ലയിൽ നിന്നാണ് മെക്സവൻ എന്താണെന്നും മെക്സവൻ എങ്ങനെ ചെയ്യുന്നു അത് അവിടെ പോയി ഞാൻ ജോയിൻ ചെയ്ത് ഞാൻ പഠിച്ച ഒരാളാണ്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ യോഗയും മെക്സവനും, അതായത് വൈകിട്ട് യോഗയും രാവിലെ മെക്സവനും, അങ്ങനെ ഒരു സെഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് മലപ്പുറത്ത് നിന്ന് ചെയ്തെങ്കിലും ട്രെയിനറായിട്ട് ഞാൻ വന്നത് കോഴിക്കോട് ജില്ലയിൽ പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അങ്ങനെ ഞാൻ പൂനൂരിൽ ചെന്ന കാലം തൊട്ട് കാണാൻ തുടങ്ങിയ ആളാണ് നിയാസിക. എന്നെ ഏതെങ്കിലുമൊക്കെ സെന്ററുകളിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളതും നിയാസിക തന്നെയാണ്. അതുകൊണ്ട് മെക്സവന് തൊട്ട് മുകളില് സലാഹുദ്ദീൻ സാറും ബാബു സാറും അതിനുശേഷം മുജദ്ദിദ് സാറും ഒക്കെ ഉണ്ടെങ്കിലും നിയാസിക്കാണ് ഞാൻ കാണാൻ തുടങ്ങിയ അന്ന് തൊട്ട് എന്റെ മുന്നിൽ നിന്നിട്ടുള്ളതും എവിടെയെങ്കിലും ഇന്നടുത്ത് ഒരു ട്രെയിനായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 6 മാസമോ ഒരു 3 മാസം ആണെന്ന് തോന്നുന്നു ആയിട്ട് നിയാസിക്കാണ് ഒരു വിവരവും എന്നെ വിളിക്കാറുമില്ല, ഇതിന്റെ അടുത്ത് പോകണമെന്ന് പറയാറുമില്ല. അത് നിയാസിക്കയുടെ തിരക്ക് കാരണം കോഴിക്കോട് ജില്ല മാറി വയനാട് അങ്ങനെ പല ജില്ലകളിലേക്ക് പോയപ്പോൾ ഈ ജില്ലയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ വിളിക്കുന്നത്. അന്നേരം അതാണ് അതിന്റെ ഒരു സിസ്റ്റം. അന്നേരം അങ്ങനെ ഞാൻ ഒടുവിൽ ഇത് പഠിച്ച് ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് ഇതെങ്ങനെ ഇത് കൊടുക്കണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടുന്നത് എന്നെല്ലാം അവിടെ പറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് വരുന്ന ഒരു സെഷനാണ്
ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സംഭവം. അന്നേരം ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ ഏറ്റവും മെയിൻ ആയിട്ട്, അതായത് ഒരു MBBS പഠിക്കുന്ന അതേപോലെ തന്നെ കൂടുതലായിട്ട് വരികയും ചില ഹോർമോണുകൾ മുടക്കം വരികയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ലേഡീസിന് നല്ല സ്വഭാവമുള്ള ആളുകൾ പോലും പീരീഡ്സ് സമയത്ത് എന്താവും, കുറച്ച് ദേഷ്യമൊക്കെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, കൂടുള്ള ആളുകൾ എന്താണ് ദേഷ്യം പിടിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അന്നേരം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. ചില ആളുകൾക്കുണ്ട് പീരീഡ്സ് വന്നാൽ അവർ പ്രത്യേകിച്ച് അവർക്കൊന്നും അറിയാനുണ്ടാവില്ല. ചിലർക്ക് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തന്നെ അതങ്ങ് നിൽക്കും. അത് ദോഷവുമാണ്. അത് പ്രത്യേകം നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയും വേണം. പീരീഡ്സ് സമയത്ത് നിങ്ങൾക്ക് ശക്തമായ ഊരവേദന ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസവും അതിന്റെ അടുത്ത ദിവസവും മാത്രം ഈ പറഞ്ഞ ഡെബിൻഡൈറ്റ് പോലുള്ളത് ഒഴിവാക്കുക. ശരീരം മൊത്തത്തിൽ ഇളകുന്നത് ഒഴിവാക്കുക. അല്ലാതെ ഉള്ളതെല്ലാം ചെയ്യാം. ഇനി തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 ദിവസം ലീവ് എടുക്കുക, അടുത്ത ദിവസം തൊട്ട് വരും. കംപ്ലൈന്റ് വരുമ്പോഴാണ് ക്രിയാറ്റിൻ ഉണ്ടാവുന്നത്. കിഡ്നിക്ക് ഡാമേജ് വന്നു എന്നുള്ളതിന്റെ തെളിവാണ് ക്രിയാറ്റിൻ ഉണ്ടാവുന്നത്. അന്നേരം ക്രിയാറ്റിന്റെ അളവ് നോർമലായിട്ട് ഒരു മനുഷ്യന്റെ ക്രിയാറ്റിന്റെ അളവ് ഒരു 0.9, 0.7, 0.6, അത് മാക്സിമം വന്നാൽ 1 വരെ ഒക്കെ വരാവും. അതിൽ കൂടുതൽ വരാൻ പാടില്ല. അതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എത്ര ലെവൽ വരെ വന്നു, അതിന്റെ സിംറ്റംസ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെ കണ്ടു തുടങ്ങി. ക്രിയാറ്റിന്റെ അളവ് കൂടുമ്പോൾ ശരീരത്തിൽ നീര് വെക്കും, അതായത് ഈ സ്വെല്ലിംഗ് കൂടുതലായിട്ട് വരും. അങ്ങനെയൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. കിഡ്നിയുടെ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെക്സവന് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രോപ്പറായിട്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട്, അബ്ഡോമിന് വരുന്ന എക്സസൈസുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ എന്തുണ്ടാവും, കിഡ്നി ഒരു പരിധി വരെ നല്ല ലെവലിൽ വരും. അന്നേരം ആ ക്രിയാറ്റിൻ അളവ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. എന്നാലും ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ അത് കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. തുടങ്ങി കഴിഞ്ഞു. അന്നേരം അത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു മാസത്തിലെ ഇത് വെച്ച് ചെക്ക് ചെയ്യണം. 1.5 നിന്ന് മുകളിലേക്കാണോ താഴേക്കാണോ. അന്നേരം മുകളിലേക്കാണെങ്കിൽ അത് കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കേട്ടില്ല? ഈ പറഞ്ഞതെല്ലാം ഇതാണ്, ഈ ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മുകളിൽ വരുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്താ, കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു അവയവത്തെ കുറിച്ച് അറിയാമോ? അതൊരു ഓർഗൻ അല്ല, ഒരു പ്ലാന്റ് ആണ്. എന്താണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ടാത്ത എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നത് ആ അദ്ദേഹമാണ്. എങ്കിൽ അത് വേണ്ടുന്നതും ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് ഈ നമ്മുടെ പത്രത്തിൽ വായിക്കാറില്ലേ, ആളുകളെ വീട്ടിൽ തന്നെ ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നതും അടിച്ചു കൊല്ലുന്നതും ഒക്കെ, അതൊക്കെ ഇതിന്റെ പ്രവർത്തനം കൂടുന്നതിന്റെയാണ്. അന്നേരം നമ്മുടെ ശരീരത്തിൽ ഏത് ഓർഗൻസ് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് ശരീരത്തിലെ ഹെൽത്ത് മാത്രമല്ല ഒരു ആനന്ദം കൂടിയാണ് മനസ്സിന്, അല്ലെ? ഇത്രയും പേര് ഒരുമിച്ച് കാണുന്ന ഒരു ആനന്ദമല്ലേ? അപ്പോഴത്തേക്ക് തന്നെ ശരീരത്തിൽ എന്തായി, ഹോർമോണുകൾ, നല്ല ഹോർമോണുകൾ പ്രവർത്തിക്കും. ചീത്ത ഹോർമോണുകളെല്ലാം ഒഴിവാകും. ഇത്രയും ആളുകളെ കണ്ട് നല്ല സന്തോഷത്തോടു കൂടി ഒന്ന് പുഞ്ചിരിച്ചാൽ തന്നെ എന്തായി, ആ മനുഷ്യൻ അന്നത്തെ ഫുൾ ഡേ നല്ല എനർജിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ വരുന്നത് എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഒരു ലേഡീസാണ്, ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാണ്, ആളിന്റെ ഈ ഫിമർ ബോൾ എന്ന് പറയും, അതായത് ഫിമർ ബോൾ ഹെഡാണ് നമ്മുടെ തുടയലിന്റെ ഏറ്റവും മുകളിൽ ഇവിടെ വരുന്ന ഒരു ബോൾ പോലെ ഒരു സംഭവം. ആ ബോൾ പോലെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ ബോൾ എന്തായി, സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണെങ്കിലും അത് മെൽറ്റ് ആയിപ്പോയി. അതായത് അത് അവിടെ ബോളായിട്ടില്ല, ചതുരം പോലെ ഇങ്ങനെ കിടക്കും, ഒരു രൂപം ഇല്ലാത്ത രീതി കിടക്കാം. അതുകൊണ്ട് കാലൊന്ന് എടുത്ത് വെച്ച് നടക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, കാല് ഇങ്ങനെയൊന്നും അനക്കാൻ പറ്റത്തില്ല. ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും? ആള് മെക്സവന് പോകുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത് ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ളത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ നിന്ന് പോകണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ, എല്ലാവരെയും പോയി കാണണം. അത് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. വന്ന് ചെയ്യുന്നതിലല്ല, ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് കേട്ട് നിൽക്കുന്നതിൽ. അന്നേരം അത്രയെങ്കിലും ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഓക്കെ, അന്നേരം അതിനകത്തെല്ലാം ഇതിന്റെ പ്രത്യേക കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. മെക്സവൻ ആയാലും ഏത് എക്സസൈസ് ആയാലും എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല. ഫിസിയോതെറാപ്പി ആണെങ്കിൽ പോലും എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. അന്നേരം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകില്ല, ഗുണഫലങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അന്നേരം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. എന്നുവെച്ചാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മസിൽസുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ബോഡിയെ നടക്കാനും ഓടാനും എന്ത് വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും എന്ത് ജോലി ചെയ്യാനാണെങ്കിലും നിങ്ങളെ സഹായിക്കുന്നത്. അതായത് നമ്മുടെ കൈ ചലിക്കണമെങ്കിലും കാല് ചലിക്കണമെങ്കിലും ഓടണമെങ്കിലും എല്ലാത്തിനും മസിൽസ് വേണം. അന്നേരം നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മസിൽസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാവും. ഒരു നോർമൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര മസിൽസ് ഉണ്ടാവും? 600 മുതൽ 640 വരെ മസിൽസ് ആണ് ഉള്ളത്. ഈ മസിൽസ് തന്നെ 3 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്കെലിറ്റൽ മസിൽ, അതായത് നമ്മുടെ ഈ ബോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ്, ഓർഗൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മസിൽ, അതായത് ഈ ഓർഗനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ പിടിച്ച് നിർത്തുന്നത് മസിൽസ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് വരുന്നത് ഈ സ്കെലിറ്റൽ മസിൽസ് ആണ്. നമ്മുടെ കൈയുടെ ഈ ഓരോ ജോയിന്റുകളിലും അതുകൊണ്ട് മുട്ടിനും കാലിന്റെ മടമ്പിനും എല്ലായിടത്തും മസിൽസ് ഉണ്ട്. ഈ 600 മുതൽ 640 മസിൽസ് ഉള്ള നമ്മുടെ ശരീരത്തിൽ ഒരു മസിൽസ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ടിഷ്യൂസുകൾ കൊണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ മസിൽസ് ഇഞ്ചുറി വരാൻ പാടില്ല. മസിൽസിന് ഇഞ്ചുറി വരാൻ പാടില്ല. നിങ്ങളൊക്കെ സാധാരണഗതിയിൽ വണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഓടി വരുമ്പോൾ കുട്ടികളൊക്കെ മറിഞ്ഞു വീഴാറുണ്ട്. മറിഞ്ഞു വീണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ കൈക്ക് വേദനയുണ്ട്, ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഡോക്ടർ പറയും പൊട്ടലൊന്നുമില്ല, എന്തേ ഉള്ളൂ, മസിലൊന്നും ഉടഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ മസിലിന് ചെറിയ ഒരു കംപ്ലൈന്റ് വന്നിട്ടേ ഉള്ളൂ എന്ന് പറയും. ഈ മസിലിന് കംപ്ലൈന്റ് വരിക എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് മസിൽസിന് കംപ്ലൈന്റ് വരുന്നത്. വീഴുമ്പോൾ നമുക്ക് ഓവർ സ്പീഡായിട്ടാണ് ചെന്ന് ഇടിക്കുന്നത്, അതിൽ നിന്നും അങ്ങനെ വരാം. അന്നേരം നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് സ്പീഡ് കൂടാൻ പാടില്ല. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? മസിൽസിന് ഇഞ്ചുറി സംഭവിക്കാം. അതുപോലെ തന്നെ സ്പീഡ് തീരെ കുറയാനും പാടില്ല, അന്നേരം ഗുണങ്ങൾ കുറയാം. അന്നേരം നമ്മൾ ചെയ്യേണ്ടുന്നത് ആ ഒരു നോർമൽ ലെവലിൽ ചെയ്യണം. വളരെ വേഗത്തിൽ ചെയ്തിട്ട് പോകാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ലേറ്റായി വന്നാൽ ജമ്പിങ് ജാക്സ് ചെയ്തതിന് ശേഷമേ തുടങ്ങാവൂ. എന്തിനു വേണ്ടിയിട്ടാണ് ജമ്പിങ് ജാക്സ് ആദ്യം ചെയ്യണമെന്ന് പറയുന്നത്? ബോഡി ഒന്ന് വാമപ്പായി ഹീറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമേ തുടങ്ങാവൂ. ചില ആളുകൾ ഒരു 10 മിനിറ്റ് ലേറ്റായി വന്നിട്ട് ഇവിടെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാപ്പിംഗ് സെഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെ ഉള്ളതെല്ലാം 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കും ബാക്കിൽ നിന്ന്. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ടുന്ന സംഭവം വളരെ വേഗത്തിൽ ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യിക്കാൻ പാടില്ല. അത് ദോഷം ചെയ്തതേ ഉള്ളൂ. അന്നേരം അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് സാധാരണ ചെയ്യുന്ന ടൈം എടുത്ത് തന്നെ നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യാം. അതിനുശേഷം ഇവിടെ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം. അന്നേരം സ്പീഡ് കൂടാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. അന്നേരം നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടാൻ പാടില്ല. രണ്ടാമത്തത് സ്പീഡ് കൂടുന്നത് കഴിഞ്ഞാൽ രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ കൃത്യമായി ബ്രീത്തിങ് എടുത്ത് വേണം എക്സസൈസ് ചെയ്യാൻ. കാരണം നിങ്ങൾ നോർമലി നിൽക്കുന്ന സമയത്തുള്ള ഓക്സിജൻ അല്ല നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നത് ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. കൂടുതലായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയാണ്. ബോഡിയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഓർഗൻസും എല്ലാ മസിൽസും എല്ലാം പ്രവർത്തിക്കുന്ന കാരണത്താൽ കൂടുതലായിട്ട് ഓക്സിജന്റെ അളവ് വേണം. ഇങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യണം? ബ്രീത്തിങ് ചെയ്തുകൊണ്ട് വേണം എക്സസൈസ് ചെയ്യാൻ. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് എങ്ങനെ ചെയ്യണമെന്നാണ്? ആ സൗണ്ട് കേൾക്കെ, അതായത് ഓക്സിജൻ, അതായത് നമ്മൾ വായു അകത്തേക്ക് വലിക്കുന്നതിന്റെ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ വേണം ബ്രീത്തിങ് എടുക്കാൻ. ഈ ഒരു രീതിയിൽ ബ്രീത്തിങ് എടുക്കുകയും വേണം, ബ്രീത്തിങ് ഔട്ട് ചെയ്യാൻ വേണം. രണ്ടാമത് ബ്രീത്തിങ് ഒരു കാരണവശാലും ഈ ഒരു രീതിയിൽ എടുക്കാൻ പാടില്ല. സ്ലോയിൽ എടുത്ത് അകത്ത് കയറി ഹോൾഡ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തിരിച്ച് പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. സ്പീഡിൽ എടുക്കാൻ പാടില്ല. അന്നേരം നമ്മൾ സ്പീഡിൽ എടുക്കേണ്ടതുണ്ട്. മെഡിറ്റേഷൻ വരുന്ന സമയങ്ങളിൽ സ്പീഡിൽ എക്സസൈസ് ബ്രീത്തിങ് എടുക്കുന്ന സെഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ നോർമലി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ് എടുത്തായിരിക്കും നമ്മൾ ബ്രീത്തിങ് ഇന്നാകുന്നത്, അതായത് അകത്തേക്ക് ബ്രീത്ത് ചെയ്യുന്നത്. രണ്ടാമത് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, ദെൻ 3 സെക്കൻഡ് കൊണ്ട് നമ്മളത് പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ 4 സെക്കൻഡ് എടുക്കാം. അന്നേരം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രീത്തിങ് ഔട്ട് ചെയ്യണം. അന്നേരം എക്സസൈസ് ചെയ്യുന്നതിന്റെ സ്പീഡ്, രണ്ടാമത് ബ്രീത്തിങ് ചെയ്യുന്ന കാര്യം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ എക്സസൈസും എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന എക്സസൈസിൽ ഏറ്റവും കൂടുതൽ ദോഷം, അതായത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജമ്പിങ് ജാക്സിലും ടോ ജമ്പിങ്ങിലുമാണ്. ഇത് രണ്ടും ചെയ്യാൻ പാടില്ലാത്ത ആളുകളുമുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത രീതിയുണ്ട്.
എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുന്ന 100 പേരുണ്ടെങ്കിൽ ഇപ്പൊ 120 പേര് ഇവിടെ ഉണ്ട്. ഈ 120 പേരിൽ ചെയ്യാൻ പാടില്ലാത്തത് 5 10 പേരായിരിക്കും. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. ആ ഒരു രീതിയിൽ ആരും ചെയ്യാൻ പാടില്ല. ടോ ജമ്പിങ് ചെയ്താലും ജമ്പിങ് ജാക്സ് ചെയ്താലും മടമ്പിൽ ചാടാൻ പാടില്ല. അതായത് ഞാനിപ്പോ നിൽക്കുന്ന ഇതേ ലെവലിൽ മുകളിലോട്ട് കയറി താഴോട്ട് ചാടാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇത് കാലാണെങ്കിൽ കാലിന്റെ ഈ 5 ടോ, ഈ 5 വിരലുകളിൽ വേണം നമ്മൾ ജമ്പിങ് ജാക്സും ടോ ജമ്പിങ്ങും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവും? പെട്ടെന്ന് തന്നെ നട്ടല് കംപ്ലൈന്റ് വരും. കാരണം നമ്മൾ മുകളിൽ നിന്നൊക്കെ വീഴുന്ന സമയത്ത് നമ്മുടെ മടമ്പ് ഇടിച്ചാണ് വീഴുന്നുണ്ടെങ്കിൽ ആദ്യം കംപ്ലൈന്റ് വരുന്നത് നട്ടലാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കും കാലൊന്ന് ഉയർത്താൻ പറ്റുമോ എന്ന് നോക്കാൻ. നട്ടല് കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ കാല് ഉയർത്താൻ സാധിക്കത്തില്ല. അന്നേരം ഒരു കാരണവശാലും മടമ്പിൽ ചാടാൻ പാടില്ല. ഏറ്റവും എക്സാമിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ നിൽക്കുന്ന ലെവലിൽ ചാടാൻ പാടില്ല. പിന്നെ ഈ ഫിംഗറിൽ മാത്രമേ ചാടാവൂ. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ലെവലിലേ ചാടാൻ പാടുള്ളൂ, അല്ലാതെ ഈ ലെവലിൽ ചാടാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ സിറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം കഴിയുന്നവർ, അതായത് ഈ മെക്സവൻ എന്ന് പറയുന്ന ഏത് എക്സസൈസും കഴിയുന്നവർ മാത്രമേ ചെയ്യാവൂ. ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല. ഇവിടെ ആരും പറയുന്നില്ല നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ എന്ന് പറയുന്നില്ല. പിന്നെന്താണ്? നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുക. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഓർഗൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ പള്ള ഭാഗത്താണ്. ഈ നമ്മൾ ഈ ബ്രീത്തിങ് ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് പള്ളയാണ് എന്ത് ചെയ്യുന്നത്? അകത്തേക്ക് ഇങ്ങനെ വലിയുന്നത്, തിരിച്ച് പുറത്തേക്ക് വരും. അന്നേരം ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇന്റേണൽ വരുന്ന ഓർഗൻസിനാണ് അതിന്റെ എഫക്ട് കിട്ടുന്നത്. ഈ ഓർഗൻസിന്റെ എഫക്ട് കിട്ടുമ്പോൾ ആ ഓർഗൻസ് എന്താവും? സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓർഗൻസ് പ്രവർത്തിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഷുഗറിന്റെ വിഷയം, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിന്റെ വിഷയം, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരിക. ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ഇതെല്ലാം ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റാതെ വരിക? ശരീരത്തിൽ ആഹാരങ്ങളുടെ ഗുണങ്ങൾ കിട്ടാതെ വരിക. ഇതെല്ലാം നമ്മുടെ ഈ അബ്ഡോമൻ ഏരിയയിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. കറക്റ്റായിട്ട് ബ്രീത്തിങ് എടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള എക്സസൈസ് കിട്ടും. അന്നേരമാണ് അതിനെല്ലാം പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നതാണ് ജോയിന്റ് റൊട്ടേഷൻ, അല്ലേ? മടമ്പ് റൊട്ടേറ്റ് ചെയ്യും, പിന്നെ നീ റൊട്ടേറ്റ് ചെയ്യും, പിന്നെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യും, പിന്നെ നെക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നെക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 2-3 സ്ഥലങ്ങളിൽ ഒന്നാണ് കഴുത്ത്, അല്ലെ? കഴുത്ത് നമുക്ക് 360 പറ്റത്തില്ലെങ്കിലും 180 ഡിഗ്രി പ്രോപ്പറായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. ചിലർക്ക് 180 കൂടുതലായിട്ട് റൊട്ടേറ്റ് ആവും. അത്യാവശ്യം പ്രായം ചെന്നതും അല്ലെങ്കിൽ ലേഡീസിന്റെ കൂട്ടത്തിൽ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് മെഷീനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് ഈ 180 ഡിഗ്രിക്ക് പകരം ഒരു 45 ഡിഗ്രിയെ റൊട്ടേറ്റ് ആവും. ഒന്ന് നോക്കിയാൽ മതി. കാരണം എന്താണ്? സർവിക്കല് കംപ്ലൈന്റ് വരുന്നതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ സ്പൈൻ, സി സ്പൈൻ എന്ന് പറയുന്ന സർവിക്കൽ സ്പൈൻ ഉണ്ട്, അതിന് കംപ്ലൈന്റ് വരുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കുകളിൽ ഏറ്റവും ചെറിയ ഡിസ്ക് സി സ്പൈനിലാണ്. ഏറ്റവും പെട്ടെന്ന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണത്. തലയിൽ ലോഡ് എടുക്കുന്ന ആളുകൾ, സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ തേപ്പിന്റെ ഒക്കെ പണി, ഇലക്ട്രിക്കല്, പ്ലംബിങ്ങിന്റെ ഒക്കെ പണിക്ക് പോകുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഏറ്റവും പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന സ്ഥലമാണ് കഴുത്ത്. എന്തുകൊണ്ടാണ് കഴുത്തിന് കംപ്ലൈന്റ് വരുന്നത്? കഴുത്തിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഏത് ജോലി ചെയ്താലും കഴുത്തിന് കംപ്ലൈന്റ് വരും. കഴുത്തിന് കംപ്ലൈന്റ് വന്നാൽ എന്താണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എഫക്ട് ചെയ്യുന്നത്? കൈക്ക് നല്ല തരിപ്പ്, കടച്ചില്. നിങ്ങൾ പറയും കത്തിയെടുത്ത് മീൻ അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ കൈ കുഴഞ്ഞു പോവുക. ഇതെല്ലാം അതിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മുടെ സി സ്പൈൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷോൾഡർ, കൈ, ഈ 2 സ്ഥലത്ത് ചിലർക്ക് ചില വിരലുകൾക്ക് തരിപ്പ് വരും. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മടങ്ങത്തില്ല, ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചാടിയായിരിക്കും പോകുന്നത്. ഇതെല്ലാം ഈ സി സ്പൈന്റെ കംപ്ലൈന്റ് ആണ്. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അടുത്ത ഡിസ്കുകളാണ് തൊറാസിക് കഴിഞ്ഞ് ലെംബാർ എന്ന് പറയുന്ന ഡിസ്ക്. നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും ഊരവേദന, കാലിന് തരിപ്പ്, കടച്ചിൽ, ഇതൊക്കെ വരുന്നത് ലെംബാറിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് വരുന്നത് കൊണ്ടാണ്. ഈ ലെംബാറിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് വരുന്നതിൽ നിന്നും എന്താണ് കുറച്ചുകൂടി വലിയ ഡിസ്കാണ് ലെംബാറിന്റെ ഡിസ്ക്. കൂടുതലായിട്ട് ഊരടിച്ച് വീഴുക, അല്ലെങ്കിൽ ഡിസ്കിന് ബൾജിങ് വരിക, ഹെർണിയേറ്റഡ് ആകുക, ഇതൊക്കെ കംപ്ലൈന്റിൽ നിന്നാണ് അത് വരുന്നത്.
അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടാൻ പാടില്ല. ഒരു കാരണവശാലും കഴുത്ത് സ്പീഡ് കൂടുതലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർവിക്കലി കംപ്ലൈന്റ് വരും. രണ്ടാമത്തത്, നിങ്ങൾ കണ്ണടച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാണ് കണ്ണടച്ചിട്ട് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാനാണ് കണ്ണടച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ചില ആളുകൾക്ക് കണ്ണടച്ചാലാണ് തല കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നു വെച്ചും ചെയ്യാം. ഒരിക്കലും നിർബന്ധമായിട്ട് കണ്ണടയ്ക്കണം എന്ന് പറയുന്നില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഇവിടെ സൗണ്ട് കേൾക്കും. ചിലർക്ക് എന്തൊക്കെയോ പൊട്ടുന്നയോ അനങ്ങുന്നയൊക്കെയായിട്ടുള്ള സൗണ്ട് കേൾക്കും. ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നവരെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഈ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങളൊന്ന് ജസ്റ്റ് കൺസൾട്ട് ചെയ്യുക. കാരണം ഈ സി സ്പൈന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ചില രീതിയിലൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ടച്ചായി വരുന്ന, അതായത് വെർട്ടിബ്രകൾ തമ്മിൽ ടച്ച് ആവാതിരിക്കാനാണ് അതിന്റെ ഇടയ്ക്ക് ഡിസ്ക് കൊടുത്തേക്കുന്നത്. ഈ ടച്ച് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ സൗണ്ട് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കംപ്ലൈന്റ് ആവും. കൂടുതൽ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇത്തരം കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള എക്സസൈസ് ഉണ്ട്, അത് മാറാനുള്ള എക്സസൈസും ഉണ്ട്. അതായത് ഓരോരുത്തരുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ആ എക്സസൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എക്സസൈസ് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കംപ്ലൈന്റ് ഉള്ളവർക്ക് ചെയ്യാനുള്ള പ്രത്യേകമുണ്ട്. അത് വീട്ടിൽ തന്നെ ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ പബ്ലിക്കായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. കംപ്ലൈന്റ് ഇല്ലാത്തവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പം അത് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ളവരും ഉണ്ടാവും. അന്നേരം അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. അന്നേരം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുക. രണ്ടാമത്തത്, ഈ ഊരയ്ക്ക് വരുന്ന ഡിസ്കിന്റെ വിഷയം. അതായത് നിങ്ങളുടെ കാലിന് തരിപ്പ്, കടച്ചില്, ഊരവേദന, ഒരു കാലിന് മൊത്തത്തിലുള്ള വേദന വരിക, മുട്ട് മടക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ലെംബാറിന്റെ ഡിസ്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന ഒരു 4 എക്സസൈസ്. 1 ക്ലാപ്പിങ്, 2 ക്ലാപ്പിംഗ് കണ്ടിന്യൂ, 3 ബാക്ക് ലോക്ക് കണ്ടിന്യൂ. ഈ 4 എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്താൽ ഒരു പരിധി വരെ ഡിസ്കിന് ബൾജിങ്ങോ ഡിസ്കിന് കംപ്രഷനോ ഉള്ളത് മാറും. ഒരു പരിധി വരെയും ഉള്ളത് മാറും. ഹെവി ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ മാറാത്തത്. അന്നേരം എന്താണ് അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടുന്നത്? വെറുതെ കൈ ഒന്ന് പൊക്കിയിട്ട് ബെൻഡായി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ അതിന് പകരം എന്ത് ചെയ്യണം? മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മടമ്പ് മുകളിലേക്ക് പൊങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാക്സിമം വലിച്ചു നിർത്തിയാൽ ഒരാളിനെ കൈ മുകളിലേക്ക് കെട്ടി തൂക്കിയാൽ എങ്ങനെ ആയിരിക്കും? എത്രത്തോളം സ്ട്രെച്ച് ആവും? അത്രയും സ്ട്രെച്ച് ആവും. ഈ ഒരു രീതിയിൽ സ്ട്രെച്ച് ആവും. 2 കൈയും ഈ ഒരു രീതിയിൽ സ്ട്രെച്ച് ആയതിനു ശേഷം വേണം ബെൻഡ് ചെയ്യാൻ. അങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്കിന് വരുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ഡിസ്കിന് വരുന്ന ബൾജിങ് അത് മാറും. നിങ്ങൾ സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി സ്പൈനലിനെ ഡോക്ടർ നോക്കി ചെറിയ കംപ്രഷനോ ബൾജിങ്ങോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫിസിയോതെറാപ്പിക്ക് പറയും. ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന എക്സസൈസ് പറയും. അതിൽ പെട്ടതാണ് ഈ സംഭവം. അന്നേരം അതും ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും. അന്നേരം ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സസൈസ് ആണ് അത്. എങ്കിൽ ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർ അതിനകത്തുള്ള ദോഷം വരുന്നില്ല. പിന്നെ മുട്ട് മാറ്റിവെക്കൽ എന്ന് പറയത്തില്ലേ അല്ലേ? മുട്ട് മാറ്റിവെക്കൽ എന്താണെന്ന് അറിയുമോ? മുട്ട് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എല്ല് മാറ്റിവെക്കുന്ന സംഭവമല്ല. നമ്മൾ മുൻപൊക്കെ മുട്ട് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അതായത് മുകളിലേക്കുള്ള എല്ലിന്റെയും താഴേക്കുള്ള എല്ലിന്റെയും ഇടയ്ക്ക് ഒരു വാഷർ പോലെ 2 സംഭവമുണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. പിന്നെ ഒരു കാലിന് തന്നെ 2 എണ്ണം. ഈ 2 വാഷറാണ് മാറ്റിവെക്കുന്നത്. ഇപ്പോഴെന്ത് വന്നിട്ടുണ്ട്? കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റോബോട്ടിക് സർജറി ഒക്കെ വന്നിട്ടുണ്ട്. റോബോട്ട് നിന്ന് സർജറി ചെയ്യുന്ന സംവിധാനം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ട്. അന്നേരം അതിനകത്ത് എന്ത് വന്നു? ഈ വാഷർ കൂടാതെ 2 എല്ലിന്റെയും സൈഡിൽ വരുന്ന കാർട്ടിലേജ് സഹിതം ഇപ്പൊ മാറ്റിവെക്കും. എന്തുകൊണ്ടാണ് ഇപ്പൊ പുതിയ അങ്ങനെ ഒരു സിസ്റ്റോടെ വരാൻ കാരണം? കൂടുതലായിട്ട് കംപ്ലൈന്റ് കൂടി. നേരത്തെ ഉള്ളതിന് ആ വാഷർ മാത്രം മാറ്റി വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾക്ക് അത് പോരാ. അതിനേക്കാൾ കൂടുതൽ കംപ്ലൈന്റ് വന്നപ്പോൾ വാഷറും അതിന് 2 സൈഡിലുള്ള എല്ലിന് പുറമേ ഉള്ള ഒരു ആവരണമുണ്ട്. അതാണ് കാർട്ടിലേജ്. കാർട്ടിലേജ് സഹിതം മാറ്റി വെക്കണമെന്ന സിസ്റ്റമായി. അന്നേരം ഇങ്ങനെ കംപ്ലൈന്റ് ഉള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നീ റൊട്ടേഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ കംപ്ലൈന്റ് ഉള്ളവർ മാത്രം. അതും അറിയാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കും. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ഡോറൊക്കെ തുറക്കി അടയ്ക്കുകയും ചെയ്താൽ യാതൊരു കുഴപ്പമില്ല. കുറെ ഒരു 1-2 വർഷമൊക്കെ അടച്ചിട്ട് ശേഷം നമ്മൾ ആ ഡോറ് തുറക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഒരു സൗണ്ട് കേൾക്കത്തില്ലേ? അതേപോലെ വണ്ടിയൊക്കെ ഓടുന്ന സമയത്ത് ഈ ഫാനൊക്കെ കറങ്ങുന്ന സമയത്ത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഫാൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ടിലാണ് കറങ്ങുന്നത്. അല്ലെങ്കിൽ
ബിയറിംഗ് പോകുന്നതാണ്. ആ ബെയറിംഗ് പോകുന്നത് പോലെ തന്നെ നമ്മുടെ കാറിന്റെ ആ ബെയറിംഗ് പോവുക, അല്ലെങ്കിൽ ആ വാഷർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കും. ഇത്തരം കൂടുതലായിട്ട് സൗണ്ട് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഓർത്തോടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയും അതെന്താണ് കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, കംപ്ലൈന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു വ്യക്തി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും, കംപ്ലൈന്റുകൾ വരുന്നില്ല. നേരെ മറിച്ച് കംപ്ലൈന്റ് ഉള്ള ഒരു വ്യക്തി ചെയ്താലേ വിഷയമില്ല. ഒരിക്കലും എക്സാമിന് വന്ന് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കംപ്ലൈന്റ് വരത്തില്ല. പക്ഷെ എക്സാമിന് വന്ന് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ചെയ്താൽ എന്തുണ്ടാവും? കംപ്ലൈന്റുകൾ വരും. എക്സാമിന് വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് ചെയ്താൽ നിലവിലുള്ള ആളുകൾക്ക് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, ഒരു ഹെൽത്തി ബോഡിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അത്യാവശ്യം കംപ്ലൈന്റുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മെക്സവൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ശരീരത്തിൽ കുറെ ഹോർമോണുകളുണ്ട്. ഏതൊക്കെയാ ഹോർമോൺ എന്ന് അറിയാമോ? അറിയൂടാ? കുറെ ഹോർമോണുണ്ട്. നിങ്ങൾക്ക് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കുറെ ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളുടെയൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണെന്ന് അറിയില്ല. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ ഈ ഒരു സൈഡിലിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഹാപ്പി ഹോർമോൺ എന്ന് പറയും. ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സാധനം ലേഡീസ് എന്ത് ചെയ്യുന്നു? ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ലേബർ റൂമിലേക്ക് മാറ്റും അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട് എന്തായി, ഷാക്കറായ അവിടെ അഡ്മിറ്റ് ചെയ്തു? അഡ്മിറ്റ് ചെയ്തു. എന്തായി? അവർക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഇവിടത്തെ ആരുടെയും പേരാണ് ഷാക്കറ. അന്നേരം പെയിൻ സ്റ്റാർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ പറയും പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ലേബർ റൂമിലേക്ക് മാറ്റി, മരുന്ന് കൊടുത്തിട്ടുണ്ട്. അന്നേരം മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പ്രസവം പ്രതീക്ഷിക്കാം. എന്താണ് ഈ മരുന്ന് കൊടുക്കുന്നത്? ട്രിപ്പിറ്റർ എന്ന് പറയത്തില്ലേ? ട്രിപ്പിറ്ററിലെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതൊക്കെ പറയത്തില്ലേ? എന്താണത്? ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന സാധനം ഇഞ്ചക്ഷൻ രൂപത്തിൽ മേടിക്കാൻ കിട്ടും. ഈ സാധനമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? ഗർഭാശയം ചുരുങ്ങാൻ. ഗർഭാശയം ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള സാധനം പുറത്തേക്ക് വരും. അതായത് കുട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ഗർഭാശയം ചുരുങ്ങാൻ വേണ്ടിയിട്ടും യൂട്രസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇഞ്ചക്ഷന്റെ മെഡിസിൻ എവിടെ ഉണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. ഈ സാധനം ഇഞ്ചക്ഷൻ ചെയ്യേണ്ടുന്നത് എന്ത് കാരണം കൊണ്ടാണ്? നമ്മുടെ ശരീരം അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. പണ്ട് കാലങ്ങളിൽ ഗർഭിണിയായിട്ടുള്ള ഉമ്മമാരുടെ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് വീട്ടിലുള്ള മൂത്ത ഈ എന്താ പറയാ വല്യമ്മമാരോ അങ്ങനെയുള്ളവർ പറയും എന്ത് ചെയ്യാനെന്ന്? മുറ്റമടിക്കാനെന്നും ഒരല്ലാതെ ഇരിക്കാനെന്നും അങ്ങനെയൊക്കെയുള്ള പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രവർത്തിക്കാൻ തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ആളുകളുമായിട്ട് സഹകരിക്കുകയും അവരുമായിട്ട് സന്തോഷം പങ്കിടുകയും ചെയ്യുമ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രവർത്തിക്കും. ഇപ്പൊ മെക്സവനകത്ത് വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2, ഓക്സിറ്റോസിൻ മാത്രമല്ല, ഡോപ്പമിൻ, അങ്ങനെ കുറെ ഹോർമോണുകളുണ്ട്. ഈ ഓരോ ഹോർമോണുകൾക്കും കുറെ ധർമ്മങ്ങളുണ്ട്. നിങ്ങളൊക്കെ തലവേദന വന്നാലോ വയറുവേദന വന്നാലോ പെട്ടെന്ന് ചെയ്യുന്ന എന്താണ്? ഈ പീരീഡ്സിന്റെ ഒക്കെ പെയിൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന എന്താണ്? ഒരു പാരസിറ്റമോൾ മേടിച്ചിരിക്കും അല്ലേ? അങ്ങനെയാണോ ചെയ്യുന്നത്? പാരസിറ്റമോൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൈവക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറെ പേര് കൈവക്കി പോകും. ഇത്തരം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പെയിൻ കില്ലറായിട്ട് പോലും നമ്മുടെ ഈ ഹോർമോൺ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്ത് വേണം? ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹോർമോണിനുള്ള ഗ്ലാൻഡൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ സംഭവം എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വേണം. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്നാമത് ഈ ഹോർമോണുകൾ വർക്ക് ചെയ്യുന്നതിന്റെ മെയിൻ ആക്ടിവിറ്റി എക്സസൈസ് ആണ്. യോഗ, എക്സസൈസ് പോലുള്ള പ്രവർത്തനത്തിലൂടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഷുഗർ, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നവർക്ക് ഷുഗർ കുറയാൻ കാരണം? ഇതേപോലെ കറക്റ്റായിട്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഷുഗർ കുറയും. നമ്മുടെ പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ എത്ര ഷുഗർ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ആ പാൻക്രിയാസ് അബ്സോർബ് ചെയ്യും. ശരീരത്തിന് ഷുഗർ വേണമെങ്കിൽ എന്ത് ചെയ്യും? അത് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ ശരീരത്തിലോട്ട് കഴിക്കുന്ന ആഹാരത്തിൽ ഷുഗർ കൂടുകയും പാൻക്രിയാസ് വർക്ക് ചെയ്യുകയും ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ
ആ ഷുഗർ ശരീരത്തിൽ തന്നെ പുറന്തള്ളാൻ തുടങ്ങും. അന്നേരമാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ശരീരത്തിൽ ഷുഗറിന്റെ അംശം ഇല്ലെങ്കിൽ തന്നെ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നില്ല, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ഏത് രീതിയിലും എനിക്ക് വിഷയമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിലൊരു ഫിൽറ്റർ മേടിച്ച് വെച്ചിട്ട് നാട്ടുകാരുടെ മൊത്തം വെള്ളം അതിനകത്ത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഫിൽറ്റർ കംപ്ലൈന്റ് ആവും. പിന്നെ അതിനകത്തുള്ള കുറേ സാധനങ്ങൾ മാറ്റേണ്ടി വരും. എന്ന് പറയുന്നതിൻ്റെ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫിൽറ്ററാണ് കിഡ്നി എന്ന് പറയുന്ന സാധനം. കൂടുതലായിട്ട് ഫിൽട്രേഷൻ നടക്കുമ്പോൾ കിഡ്നിക്ക് കംപ്ലൈന്റ് വരും. കൂടുതലായിട്ട് കെമിക്കൽ അടങ്ങുന്ന ആഹാരങ്ങളോ കെമിക്കൽ അടങ്ങുന്ന ഡ്രിങ്ക്സോ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് കംപ്ലൈന്റ് വരും. അതുകൊണ്ടാണ് കൊക്കക്കോള, പെപ്സി ഒന്നും കുടിക്കരുതെന്ന് പറയുന്നത്. ഈ കളർ വെച്ച ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുടൽ രോഗങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത്. എന്തുകൊണ്ടാണ്? എന്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിനകത്തോ 5 കിലോമീറ്ററിനകത്തോ 1 or 2 കുഴിമന്തി കടയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലോ, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എത്തിയത്. 1 കിലോമീറ്റർ മത്സരം 5 എണ്ണം ഉണ്ട് ഏറ്റവും കുറഞ്ഞത്. അന്നേരം അതും മാത്രമല്ല, ഇവിടെ ഹോട്ടലിന്റെ മുമ്പിലെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. ഞങ്ങളുടെ നാട്ടിലെ ഹോട്ടലിന്റെ മുമ്പിൽ ഇത്ര തിരക്കൊന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അത് തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള യാത്ര ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവരുടെയും, നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഏത് രീതി നോക്കിയാലും, മതപരമായിട്ട് നോക്കിയാലും സയൻസ് പരമായിട്ട് നോക്കിയാലും പറയുന്ന ഒരു കാര്യമാണ്, യാത്ര ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്? ഓരോ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനും വേണ്ടി. എന്നാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജില്ലയിൽ തന്നെ യാത്ര ചെയ്യണം. പിന്നെ നിങ്ങൾ കേരളത്തിൽ, നിങ്ങളുടെ സ്റ്റേറ്റിൽ യാത്ര ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൺട്രിയിൽ, ഇന്ത്യ യാത്ര ചെയ്യണം. അതിനുശേഷം വേണം പുറത്തേക്ക് പോകാൻ. ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഗുണങ്ങളാണുള്ളത്. യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ അതിനകത്തുള്ള വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും ഏത് രീതി നോക്കിയാലും നമുക്ക് മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യണം, കഴിക്കേണ്ടുന്ന രീതിയിൽ കഴിക്കണം. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചിട്ട് അസുഖം വരാനുള്ള കാരണം കൃത്യ ടൈമിൽ ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ലാത്ത ആഹാരം ഏതാണ്? അതായത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ആഹാരം ഏതാണ്? രാവിലത്തെ ആഹാരം. രാവിലത്തെ ആഹാരം നിർബന്ധമായിട്ടും കഴിക്കണം. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നോമ്പ് നോറ്റാൽ പോലും അത്താഴം മുടക്കരുത് എന്ന് പറയുന്നത്. അത്താഴം എന്ന് പറയുന്നത് എപ്പോഴാണ്? രാവിലെ ഒരു 4 മണി, 3:30-4 മണിക്ക് കഴിക്കുന്നതാണ് അത്താഴം. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. പിന്നെ ഒരു ദിവസത്തെ ആഹാരം സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഏത് ആഹാരമാണ് സ്കിപ്പ് ചെയ്യേണ്ടുന്നത്? രാത്രിയിലത്തെ. അതിനർത്ഥം എന്താണ്? രാത്രിയിലത്തെ ആഹാരം ഒരു കൈവെള്ളയിൽ കൊള്ളാവുന്നത് മാത്രമേ കഴിക്കാവൂ. അതായത് കൈ ഇങ്ങനെ പിടിച്ചാൽ കൊള്ളാവുന്ന എത്രയാണോ അത്രേ കഴിക്കാവൂ. രാത്രിയിലത്തെ ആഹാരം നിങ്ങൾ കൂട്ടുകയാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖം ഉറപ്പാണ്. നിങ്ങൾ ആഹാരം കഴിക്കേണ്ടുന്നത് രാവിലെ ഒരു 8 മണി ആ ഒരു സമയത്തിന് മുമ്പ്, 8-8:30 ആ ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ ആഹാരം കഴിക്കുക. ഉച്ചക്കത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്ക് മുമ്പായിട്ട് തന്നെ കഴിക്കുക. രാത്രിയിലത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ 7:30 ഡെഡ് ലൈനാണ്, 7:30ക്ക് മുമ്പ് തന്നെ കഴിക്കണം. ഈ രീതിയിൽ നിങ്ങൾ ആഹാരം കൃത്യമായിട്ട് കഴിക്കുകയും രാത്രിയിലത്തെ ആഹാരം ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറച്ച്, ഇനി അഥവാ കുറച്ചല്ല കുറച്ച് കൂടുതൽ കഴിച്ചാലും കട്ടി കൂടിയ ആഹാരം കഴിക്കാതിരിക്കുക. അതായത് ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. കട്ടി കൂടിയ പൊറോട്ട ഇങ്ങനെയുള്ളത് രാത്രി കഴിക്കാതിരിക്കുക. കാരണം 2 മണിക്കൂറാണ് നോർമൽ ഡയജഷൻ ഒരു മനുഷ്യന്റെ. ഈ 2 മണിക്കൂറിൽ ഡൈജസ്റ്റ് ആവാത്ത സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രത്യേകിച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന ഫുള്ള് വേവാത്ത സാധനം. അന്നേരം ഇങ്ങനെയുള്ള ആഹാരം രാത്രിയിൽ കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിർബന്ധമാണ് രാവിലെ കഴിച്ചു, തീരെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അന്നേരം ഇടയ്ക്കൊന്നും ഒരു കുഴിമന്തി കഴിക്കണമെന്ന് ആഗ്രഹമൊന്നും തന്നെ കഴിച്ചു. അന്നേരം രാത്രിയിൽ ഇത് ഒഴിവാക്കുക മാക്സിമം. അങ്ങനെ കഴിക്കുന്ന നിങ്ങൾക്ക് അസുഖങ്ങളെ തീരെ വരുത്തില്ല. അതേപോലെ വെള്ളം കുടിക്കുന്നത്, രാവിലെ നേരം വെളുക്കുന്നിടം തൊട്ട് രാത്രി വരെ അങ്ങ് വെള്ളം കുടിക്കാൻ പാടില്ല. മാക്സിമം നേരം വെളുക്കുന്നിടം തൊട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് വെള്ളം കുടിക്കേണ്ടുന്ന ടൈം. അതിനുശേഷം വെള്ളം കുടിച്ചുകൂടാന്നൊന്നുമില്ല, അത്യാവശ്യം കുടിക്കാം. പക്ഷേ രാവിലെ കുടിക്കുന്ന അതേ ഫ്ലോയിൽ നിങ്ങൾ കുടിക്കാതിരിക്കുക. കാരണം എന്താണ്? നമ്മുടെ ഈ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന നമ്മുടെ കിഡ്നി, അതിനൊരു റെസ്റ്റ് വേണം. അതേപോലെ സ്റ്റൊമക്ക്, അതിനും രാത്രി കിടക്കുമ്പോൾ റെസ്റ്റ് വേണം. അതിനാണ് 7:30ക്ക് ഫുഡ് കഴിക്കണം. 10 മണിക്ക് മുമ്പായിട്ട് അത് ഡൈജഷൻ കംപ്ലീറ്റ് ആവും. നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ കിടക്കുന്ന സമയത്തേക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന സ്റ്റൊമക്ക് ഫ്രീ ആവണം. അതിന് വേണ്ടിയിട്ടാണ്.
അന്നേരം ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഹാരം കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും വെള്ളം കുടിക്കുകയും ഉറങ്ങുകയും ചെയ്താൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഉറങ്ങുന്നതിന് ടൈമുണ്ട്. രാത്രി 9:30, 10 മണിക്ക് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതേപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണം. അതായത് ഒരു 4 മണി ഈ സമയത്ത് എഴുന്നേക്കണം. അതായത് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ആഹാരം, വെള്ളം, ഉറക്കം, അതിന്റെ കൂടെ 4ാമത്തെ ഒരു കാര്യം കൂടെ വിശ്രമം. ജോലി ചെയ്യുന്നവർ വിശ്രമിക്കണം. ജോലി ചെയ്യാത്തവർ വിശ്രമിച്ചാൽ അസുഖം ഉണ്ടാവും. ജോലി ചെയ്യുന്നവർ വിശ്രമിച്ചില്ലെങ്കിൽ അസുഖം ഉണ്ടാവും. ഇത്രയെല്ലാം എന്താണ്, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കിയാൽ നിങ്ങൾക്ക് യാതൊരുവിധ അസുഖവും ഇല്ലാതെ, ഒരു ഹോസ്പിറ്റലിലും പോകാതെ, ഒരു മെഡിസിനും കഴിക്കാതെ മുന്നോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ് ഓക്സിറ്റോസിൻ. നിങ്ങൾ കറക്റ്റായിട്ട് ഹാപ്പി ആയിട്ടിരുന്നാൽ ശരീരത്തിൽ ഉണ്ടാവുന്നതും ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതുമായിട്ടുള്ള ഇഞ്ചക്ഷൻ. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. നേരെ മറിച്ച് പുറത്തുനിന്ന് കഴിക്കുന്ന മെഡിസിന് ഗുണവുമുണ്ട്, അതിനോടൊപ്പം ചെറിയ ദോഷങ്ങളും ഉണ്ടാവും. അന്നേരം എന്ന് പറഞ്ഞ് മെഡിസിൻ കഴിക്കണ്ട എന്നല്ല, മാക്സിമം നമ്മുടെ ശരീരത്തിൽ ഇതിനെല്ലാം ഉണ്ട്. പെയിൻ കില്ലർ ഉണ്ട്, എല്ലാ അസുഖത്തിനുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക,